അധ്യായം 22 അൽ ഹജ്ജ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 78. 27-ാം സൂക്തത്തിലാണ് ഹജ്ജ് എന്ന പദം വരുന്നത്. ഇതിലെ ഒരു ഭാഗം പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ അവസാന കാലത്തും ബാക്കി ഭാഗം മദീന ജീവിതത്തിന്റെ ആദ്യകാലത്തുമാണ് അവതീർണമായത്. 3 വിഭാഗത്തെയാണ് ഈ അധ്യായം അഭിസംബോധന ചെയ്യുന്നത്. മക്കയിലെ ബഹുദൈവാരാധകർ, വിശ്വാസത്തിനും അവിശ്വാസത്തിനുമിടയിൽ ചാഞ്ചാടുന്ന സംശയാലുക്കൾ, യഥാർത്ഥ വിശ്വാസികൾ. കഅബ നിർമ്മാണത്തെയും ഹജ്ജിനെയും സംബന്ധിച്ച പരാമർശങ്ങളും ഇതുൾക്കൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക. ഉറപ്പായും അന്ത്യനാളിന്റെ പ്രകമ്പനം അതിഭയങ്കരം തന്നെ. നിങ്ങൾ അത് കാണുന്നാളിലെ അവസ്ഥയോ? മുലയൂട്ടുന്ന മാതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കും. ഗർഭിണികൾ പ്രസവിച്ചു പോകും. ജനങ്ങളെ ലഹരിബാധിതരെ പോലെ നിനക്കന്ന് കാണാം. യഥാർത്ഥത്തിൽ അവർ ലഹരിബാധിതരല്ല. എന്നാൽ അല്ലാഹുവിന്റെ ശിക്ഷ അത്രമാത്രം ഘോരമായിരിക്കും. ഒന്നുമറിയാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. ധിക്കാരിയായ ഏതു ചെകുത്താനെയും അവർ പിൻപറ്റുന്നു. ചെകുത്താന്റെ കാര്യത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ആർ ചെകുത്താനെ മിത്രമായി സ്വീകരിക്കുന്നുവോ അയാളെ അവൻ പിഴപ്പിക്കും, നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. മനുഷ്യരെ, ഉയിർത്തെഴുന്നേൽപ്പിനെപ്പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഒന്നോർത്തുനോക്കൂ. തീർച്ചയായും ആദിയിൽ നാം നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, പിന്നെ ബീജത്തിൽ നിന്ന്, പിന്നെ ഭ്രൂണത്തിൽ നിന്ന്, പിന്നെ രൂപമണിഞ്ഞതും അല്ലാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്ന്. നാം ഇത് വിവരിക്കുന്നത് നിങ്ങൾക്ക് കാര്യം വ്യക്തമാക്കിത്തരാനാണ്. നാം ഇച്ഛിക്കുന്നതിനെ ഒരു നിശ്ചിത അവധി വരെ ഗർഭാശയത്തിൽ സൂക്ഷിക്കുന്നു. പിന്നെ നിങ്ങളെ നാം ശിശുക്കളായി പുറത്തു കൊണ്ടുവരുന്നു. പിന്നീട് നിങ്ങൾ യൗവനം പ്രാപിക്കും വരെ നിങ്ങളെ വളർത്തുന്നു. നിങ്ങളിൽ ചിലരെ നേരത്തെ തന്നെ തിരിച്ചു വിളിക്കുന്നു. എല്ലാം അറിയാവുന്ന അവസ്ഥയ്ക്കു ശേഷം ഒന്നും അറിയാത്ത സ്ഥിതിയിലെത്തുമാറ് അവശമായ പ്രായാധിക്യത്തിലേക്ക് തള്ളപ്പെടുന്നവരും നിങ്ങളിലുണ്ട്. ഭൂമി വരണ്ട് ചത്തു കിടക്കുന്നത് നിനക്ക് കാണാം. പിന്നെ നാം അതിൽ മഴ വീഴ്ത്തിയാൽ അത് തുടിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. കൗതുകമുണർത്തുന്ന സകലയിനം ചെടികളെയും മുളപ്പിക്കുന്നു. അല്ലാഹു തന്നെയാണ് പരമസത്യമെന്നതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണവൻ. അന്ത്യസമയം വന്നെത്തുക തന്നെ ചെയ്യും, അതിൽ സംശയം വേണ്ട. കുഴിമാടങ്ങളിലുള്ളവരെയെല്ലാം അല്ലാഹു ഉയിർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. എന്തെങ്കിലും അറിവോ വഴികാട്ടിയോ വെളിച്ചം നൽകുന്ന വേദപുസ്തകമോ ഇല്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. പിരടി ചെരിച്ച് ഹുങ്ക് കാട്ടുന്നവനാണവൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉറപ്പായും അവന് ഇഹലോകത്ത് നിന്ദ്യതയാണുണ്ടാവുക. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നാം അവനെ ചുട്ടരിക്കുന്ന ശിക്ഷ ആസ്വദിപ്പിക്കും. നിന്റെ കൈകൾ നേരത്തെ നേടിവച്ചതിന്റെ ഫലമാണിത്. അല്ലാഹു തന്റെ ദാസന്മാരോട് അനീതി കാട്ടുന്നവനല്ല. ഓരത്ത് നിന്ന് അല്ലാഹുവിന് വഴിപ്പെടുന്ന ചിലരുണ്ട്. നേട്ടം വല്ലതും കിട്ടുകയാണെങ്കിൽ അതിലവൻ സമാധാനമടയും. വല്ല വിപത്തും വന്നാലോ അപ്പോഴവൻ തിരിഞ്ഞുകളയും. അവന് ഇഹവും പരവും നഷ്ടപ്പെട്ടതു തന്നെ. പ്രകടമായ നഷ്ടവും ഇതത്രേ. അല്ലാഹുവെ വിട്ട് തനിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനാവാത്ത വസ്തുക്കളെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതുതന്നെയാണ് കൊടിയ വഴികേട്. ആരുടെ ഉപദ്രവം അവന്റെ ഉപകാരത്തെക്കാൾ അടുത്തതാണോ അവരെയാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അവന്റെ രക്ഷകൻ എത്ര ചീത്ത, എത്ര വിലകെട്ട കൂട്ടുകാരൻ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അല്ലാഹു അവനിച്ഛിക്കുന്നത് ചെയ്യുന്നു. ഇഹത്തിലും പരത്തിലും പ്രവാചകനെ അല്ലാഹു സഹായിക്കുകയില്ലെന്ന് കരുതുന്നവൻ
ആകാശത്തേക്ക് ഒരു കയർ നീട്ടിക്കെട്ടിയിട്ട് ആ സഹായം മുറിച്ചു കളയട്ടെ. എന്നിട്ട് തന്നെ വെറുപ്പ് പിടിപ്പിക്കുന്ന അക്കാര്യം ഇല്ലാതാക്കാൻ തന്റെ തന്ത്രം കൊണ്ട് സാധിക്കുമോ എന്ന് അവനൊന്ന് നോക്കട്ടെ. ഇவ்விധം പ്രകടമായ തെളിവുകളുമായി നാം ഈ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ നേർവഴിയിൽ നയിക്കുന്നു. സത്യവിശ്വാസികൾ, യഹൂദർ, സാബികൾ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, ബഹുദൈവ വിശ്വാസികൾ എന്നിവർക്കിടയിൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സകല സംഗതികൾക്കും സാക്ഷിയാകുന്നു. ആകാശങ്ങളിലുള്ളവർ, ഭൂമിയിലുള്ളവർ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മലകൾ, മരങ്ങൾ, ജീവജാലങ്ങൾ, എണ്ണമറ്റ മനുഷ്യർ എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? കുറെ പേർ ദൈവശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്നു. അല്ലാഹു ആരെയെങ്കിലും അപമാനിതനാക്കുകയാണെങ്കിൽ അയാളെ ആദരണീയനാക്കാൻ ആർക്കുമാവില്ല. സംശയം വേണ്ട, അല്ലാഹു അവനിച്ഛിക്കുന്നത് ചെയ്യുന്നു. തങ്ങളുടെ നാഥന്റെ കാര്യത്തിൽ തർക്കത്തിലേർപ്പെട്ട രണ്ടു കക്ഷികളാണിത്. എന്നാൽ സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക് തീയാലുള്ള തുണി മുറിച്ചു കൊടുക്കുന്നതാണ്. അവരുടെ തലയ്ക്കുമീതെ തിളച്ച വെള്ളമൊഴിക്കും. അതുവഴി അവരുടെ വയറ്റിലുള്ളതും തൊലിയും ഉരുകിപ്പോകും. അവർക്കെതിരെ ഇരുമ്പുദണ്ഡുകൾ പ്രയോഗിക്കും. അവർ ആ നരകത്തീയിൽ നിന്ന് കൊടും ക്ലേശം കാരണം പുറത്തു പോകാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവരെ അതിലേക്ക് തന്നെ തിരിച്ചയക്കും. കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അല്ലാഹു താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അവരെ അവിടെ സ്വർണവളകളും മുത്തും അണിയിക്കും. അവരുടെ വസ്ത്രങ്ങൾ മിനുത്ത പട്ടുകൊണ്ടുള്ളവയായിരിക്കും. ഏറ്റവും ഉത്കൃഷ്ടമായ വചനത്തിലേക്കാണ് അവർ നയിക്കപ്പെട്ടത്. സ്തുത്യർഹനായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്കാണവർ ആനയിക്കപ്പെട്ടത്. സത്യത്തെ തള്ളിപ്പറയുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർ ശിക്ഷാർഹരാണ്. നാം സർവ്വജനത്തിനുമായി നിർമ്മിച്ചുവെച്ചതും തദ്ദേശീയർക്കും പരദേശികൾക്കും തുല്യാവകാശമുള്ളതുമായ മസ്ജിദുൽ ഹറാമിലേക്കുള്ള പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്തിയവരും ശിക്ഷാർഹർ തന്നെ. അവിടെ വെച്ച് അന്യായമായി അധർമ്മം കാട്ടാൻ ഉദ്ദേശിക്കുന്നവരെ നാം വേദനയുറ്റ ശിക്ഷ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. ഇബ്രാഹീമിന് നാം കഅബ മന്ദിരത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്ത സന്ദർഭം. ഒന്നിനെയും എന്റെ പങ്കാളിയാക്കരുതെന്ന് നാം നിർദ്ദേശിച്ചു. ത്വവാഫ് ചെയ്യുന്നവർക്കും നിന്നു നമസ്കരിക്കുന്നവർക്കും റുക്കൂ ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും വേണ്ടി എന്റെ ആ മന്ദിരം ശുദ്ധമാക്കി വെക്കണമെന്നും. ഹജ്ജിനായി നീ ജനങ്ങൾക്കിടയിൽ പൊതുവിളംബരം നടത്തുക. ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ കാൽനടയായും മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തും നിന്റെ അടുത്തു വന്നെത്തും. അവിടെ അവർ തങ്ങൾക്കുപകരിക്കുന്ന രംഗങ്ങളിൽ സന്നിഹിതരാകാൻ അല്ലാഹു അവർക്കേകിയ മൃഗങ്ങളെ ചില നിർണിത ദിവസങ്ങളിൽ അവന്റെ പേരുച്ചരിച്ച് ബലിയർപ്പിക്കും. ആ ബലിമാംസം നിങ്ങൾ തിന്നുക. പ്രയാസക്കാർക്കും പാവങ്ങൾക്കും തിന്നാൻ കൊടുക്കുക. പിന്നീടവർ തങ്ങളുടെ അഴുക്കുകൾ നീക്കിക്കളയട്ടെ, നേർച്ചകൾ നിറവേറ്റട്ടെ, ആ പുരാതന കഅബ മന്ദിരത്തെ ചുറ്റട്ടെ. അല്ലാഹുവിന്റെ കൽപ്പനയാണിത്. അല്ലാഹു ആദരണീയമാക്കിയവയെ അംഗീകരിച്ചാദരിക്കുന്നവന് തന്റെ നാഥന്റെ അടുക്കലത് ഏറെ ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് ഖുർആനിലൂടെ വിവരിച്ചു തന്നതൊഴികെയുള്ള നാൽക്കാലികൾ നിങ്ങൾക്ക് അനുവദനീയമാണ്. അതിനാൽ വിഗ്രഹങ്ങളാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. വ്യാജവാക്കുകൾ വർജിക്കുക. അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ ഉറച്ച മനസ്സോടെ അവനിലേക്ക് തിരിയുക. അല്ലാഹുവിന് പങ്കാളികളെ കൽപ്പിക്കുന്നവൻ ആകാശത്തുനിന്ന് വീണവനെപ്പോലെയാണ്. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ ഏതെങ്കിലും വിദൂരദിക്കിൽ കൊണ്ടുപോയി തള്ളുന്നു.
കാര്യമിതാണ്, ആരെങ്കിലും അല്ലാഹു നിശ്ചയിച്ച ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമായ ഹൃദയഭക്തിയിൽ നിന്നുണ്ടാവുന്നതാണ്. ഒരു നിശ്ചിത അവധി വരെ ആ ബലിമൃഗങ്ങളെ നിങ്ങൾക്കുപയോഗിക്കാം. പിന്നീട് അതിന്റെ ബലിസ്ഥലം ആ പുണ്യപുരാതന കഅബ മന്ദിരത്തിങ്കലാണ്. ഓരോ സമുദായത്തിനും നാം ഓരോ ബലി നിയമം നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കേകിയ കന്നുകാലികളിൽ അവന്റെ നാമമുച്ചരിച്ച് അറുക്കാൻ വേണ്ടിയാണിത്. നിങ്ങളുടെ ദൈവം ഏകദൈവമാകുന്നു. അതിനാൽ നിങ്ങൾ അവനു മാത്രം വഴിപ്പെടുക. വിനയം കാണിക്കുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക. അല്ലാഹുവെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയങ്ങൾ ഭയചകിതരാകുന്നവരാണവർ. ഏത് വിപത്ത് വേളകളിലും ക്ഷമയവലംബിക്കുന്നവരും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്കുള്ള ദൈവിക ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിശ്ചയമായും നിങ്ങൾക്കവയിൽ നന്മയുണ്ട്. അതിനാൽ നിങ്ങൾ അവയെ അണിയായി നിർത്തി അല്ലാഹുവിന്റെ പേരുച്ചരിച്ച് ബലിയർപ്പിക്കുക. അങ്ങനെ പാർശ്വങ്ങളിലേക്ക് അവ വീണുകഴിഞ്ഞാൽ നിങ്ങൾ അവയുടെ മാംസം ഭക്ഷിക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തരായി കഴിയുന്നവനെയും ചോദിച്ചു വരുന്നവനെയും തീറ്റിക്കുക. അവയെ നാം നിങ്ങൾക്ക് ഇவ்விധം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾ നന്ദി കാണിക്കാനാണിത്. അവയുടെ മാംസമോ രക്തമോ അല്ലാഹുവെ പ്രാപിക്കുന്നില്ല. മറിച്ച് അല്ലാഹുവിലെത്തിച്ചേരുന്നത് നിങ്ങളുടെ ഭക്തിയാണ്. അവൻ നിങ്ങൾക്കവയെ അവ്വിധം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. അല്ലാഹു നിങ്ങളെ നേർവഴിയിലാക്കിയതിന് നിങ്ങൾ അവന്റെ മഹത്വം കീർത്തിക്കാൻ വേണ്ടിയാണത്. സച്ചരിതരെ, നീ ശുഭവാർത്ത അറിയിക്കുക. സത്യവിശ്വാസികളെ അല്ലാഹു സംരക്ഷിച്ചു നിർത്തുക തന്നെ ചെയ്യും. തീർച്ചയായും നന്ദികെട്ട ചതിയന്മാരെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. യുദ്ധത്തിനിരയായവർക്ക് തിരിച്ചടിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. കാരണം അവർ മർദ്ദിതരാണ്. ഉറപ്പായും അല്ലാഹു അവരെ സഹായിക്കാൻ പോന്നവൻ തന്നെ. സ്വന്തം വീടുകളിൽ നിന്ന് അന്യായമായി ഇറക്കപ്പെട്ടവരാണവർ. ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചതല്ലാതെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അല്ലാഹു ജനങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന സന്യാസി മഠങ്ങളും ചർച്ചുകളും സെനഗോഗുകളും മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നവരെ ഉറപ്പായും അല്ലാഹു സഹായിക്കും. അല്ലാഹു സർവശക്തനും ഏറെ പ്രതാപിയും തന്നെ. ഭൂമിയിൽ നാം അധികാരം നൽകുകയാണെങ്കിൽ അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കും, സക്കാത്ത് നൽകും, നന്മ കൽപ്പിക്കും, തിന്മ തടയും. കാര്യങ്ങളുടെ അന്തിമമായ തീരുമാനം അല്ലാഹുവിന്റേതാണ്. അവർ നിന്നെ കള്ളമാക്കി തള്ളിപ്പറയുന്നുവെങ്കിൽ അറിയുക, അവർക്ക് മുമ്പ് ഇതുപോലെ നൂഹിന്റെ ജനതയും ആദും സമൂദും പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹീമിന്റെ ജനതയും ലൂത്തിന്റെ ജനതയും അതുതന്നെ ചെയ്തു. മദിയൻ നിവാസികളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. മൂസയെയും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുത്തു. പിന്നെ നാം അവരെ പിടികൂടി. അപ്പോൾ എന്റെ ശിക്ഷ എவ்விധമായിരുന്നുവെന്നോ? എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചത്. അന്നാട്ടുകാർ കൊടിയ അക്രമികളായിരുന്നു. അവർ തങ്ങളുടെ വീടുകളുടെ മേൽപ്പുരകളോടെ തകർന്നടിഞ്ഞു. എത്രയെത്ര കിണറുകളാണ് ഉപയോഗശൂന്യമായി തീർന്നത്. എത്രയേറെ കൂറ്റൻ കോട്ടകളാണ് നിലംപൊത്തിയത്. അവർ ഈ ഭൂമിയിൽ സഞ്ചരിക്കാറില്ലേ? എങ്കിൽ അവർക്ക് ചിന്തിക്കുന്ന മനസ്സുകളും കേൾക്കുന്ന കാതുകളുമുണ്ടാകുമായിരുന്നു. സത്യത്തിൽ അന്ധത ബാധിക്കുന്നത് കണ്ണുകളെയല്ല, നെഞ്ചകങ്ങളിലെ മനസ്സുകളെയാണ്. അവർ നിന്നോട് ശിക്ഷ വന്നു കിട്ടാൻ ധൃതി കൂട്ടുന്നു. അല്ലാഹു തന്റെ വാഗ്ദാനം തെറ്റിക്കുകയില്ല. നിന്റെ നാഥന്റെ അടുത്ത് ഒരു നാളെന്നത് നിങ്ങൾ എണ്ണും പോലുള്ള 1000 കൊല്ലങ്ങൾക്ക് തുല്യമാണ്. അക്രമത്തിലാണ്ടുപോയിട്ടും എത്രയോ നാടുകൾക്ക് നാം സമയം നീട്ടിക്കൊടുത്തു.
പിന്നെ നാം അവയെ പിടികൂടി. എല്ലാം തിരിച്ചു വരുന്നത് നമ്മുടെ അടുത്തേക്ക് തന്നെ. പറയുക, ജനങ്ങളെ, നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകാൻ വന്നവൻ മാത്രമാണ് ഞാൻ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പാപമോചനമുണ്ട്, മാന്യമായ ഉപജീവനവും. നമ്മുടെ വചനങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് നരകാവകാശികൾ. നിനക്കു മുമ്പ് നാം ഒരു ദൂതനെയും പ്രവാചകനെയും അയച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പാരായണവേളയിൽ പിശാച് അതിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടല്ലാതെ. എന്നാൽ അല്ലാഹു പിശാചിന്റെ എല്ലാ ഇടപെടലുകളെയും തുടച്ചു മാറ്റുന്നു. അങ്ങനെ തന്റെ വചനങ്ങളെ ഭദ്രമാക്കുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ്. മനസ്സിൽ ദീനം ബാധിച്ചവർക്കും ഹൃദയങ്ങൾ കടുത്തുപോയവർക്കും പിശാചിന്റെ ഇടപെടലിനെ അല്ലാഹു ഒരു പരീക്ഷണമാക്കുകയാണ്. ഉറപ്പായും അക്രമികൾ ധിക്കാരപരമായ മാത്സര്യത്തിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. അതോടൊപ്പം ജ്ഞാനം ലഭിച്ചവർ അത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവരതിൽ വിശ്വസിക്കാനും തങ്ങളുടെ ഹൃദയങ്ങളെ അതിന് കീഴ്പ്പെടുത്താനുമാണ്. തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികളെ നേർവഴിക്ക് നയിക്കുന്നവനാണ്. എന്നാൽ സത്യനിഷേധികൾ അതേക്കുറിച്ച് സദാ സംശയത്തിലായിരിക്കും. പെട്ടെന്ന് അന്ത്യസമയം ആസന്നമാകും വരെ അത് തുടരും. അല്ലെങ്കിൽ ഒരു ദുർദിനത്തിലെ ശിക്ഷ അവർക്ക് വന്നെത്തും വരെ. അന്നാളിൽ അധികാരമൊക്കെ അല്ലാഹുവിനായിരിക്കും. അവൻ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. അപ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അനുഗ്രഹപൂർണമായ സ്വർഗീയാരാമങ്ങളിലായിരിക്കും. സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ വചനങ്ങളെ കള്ളമാക്കി തള്ളുകയും ചെയ്തവർക്കു തന്നെയാണ് ഏറെ നിന്ദ്യവും ഹീനവുമായ ശിക്ഷയുണ്ടാവുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ നാടുവിടേണ്ടി വന്ന ശേഷം വധിക്കപ്പെടുകയോ മരണമടയുകയോ ചെയ്തവർക്ക് ഉറപ്പായും അല്ലാഹു ഉത്തമമായ ഉപജീവനം നൽകും. തീർച്ചയായും അല്ലാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവരിൽ അത്യുത്തമൻ. അവരാഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നിടത്ത് അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹു എല്ലാം അറിയുന്നവനും ഏറെ സഹനമുള്ളവനുമാണ്. അത് അങ്ങനെയാണ്. ഒരാൾ താൻ ദ്രോഹിക്കപ്പെട്ടതുപോലെ പകരം അങ്ങോട്ടും ചെയ്ത ശേഷം വീണ്ടും പീഡനത്തിനിരയാവുകയാണെങ്കിൽ ഉറപ്പായും അല്ലാഹു അവനെ സഹായിക്കും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും മാപ്പേകുന്നവനുമാണ്. ഇതെന്തുകൊണ്ടെന്നാൽ തീർച്ചയായും അല്ലാഹുവാണ് രാവിനെ പകലിലേക്ക് കടത്തിവിടുന്നത്, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നതും അവൻ തന്നെ. തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അല്ലാഹു തന്നെയാണ് നിത്യസത്യം. അവനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയൊക്കെയും കേവലം മിഥ്യയാണ്. അല്ലാഹു തന്നെയാണ് അത്യുന്നതനും മഹാനും. നീ കാണുന്നില്ലേ അല്ലാഹു മാനത്തുനിന്ന് മഴ പെയ്യിക്കുന്നത്? അതുവഴി ഭൂമി പച്ചപ്പുള്ളതായിത്തീരുന്നു. അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും തിരിച്ചറിവുള്ളവനുമാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. അല്ലാഹു അന്യാശ്രയം ആവശ്യമില്ലാത്തവനാണ്, സ്തുത്യർഹനും. നീ കാണുന്നില്ലേ അല്ലാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതൊക്കെയും അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. അവന്റെ ഹിതമനുസരിച്ച് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലും തന്റെ അനുമതിയില്ലാതെ ഭൂമിക്കുമേൽ വീണു പോകാത്ത വിധം വാനലോകത്തെ പിടിച്ചു നിർത്തുന്നതും അവനാണ്. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് ഏറെ കൃപയുള്ളവനും പരമകാരുണികനുമാണ്. അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത്. ഇനിയവൻ നിങ്ങളെ മരിപ്പിക്കും, പിന്നെ വീണ്ടും ജീവിപ്പിക്കും. തീർച്ചയായും മനുഷ്യൻ വളരെയേറെ നന്ദികെട്ടവനാണ്. ഓരോ സമുദായത്തിനും നാം ഓരോ തരം ആരാധനാരീതി
നിശ്ചയിച്ചിട്ടുണ്ട്. അവരതനുഷ്ഠിച്ചു പോരുന്നു. അതിനാൽ ഇക്കാര്യത്തിൽ അവരാരും നിന്നോട് കലഹിക്കാതിരിക്കട്ടെ. നീ അവരെ നിന്റെ നാഥങ്കലേക്ക് ക്ഷണിച്ചുകൊള്ളുക. തീർച്ചയായും നീ വളവൊട്ടുമില്ലാത്ത നേർവഴിയിൽ തന്നെയാണ്. അവർ നിന്നോട് തർക്കിക്കുന്നുവെങ്കിൽ പറയുക, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു. നിങ്ങൾ ഭിന്നിച്ചകന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. നിനക്കറിഞ്ഞുകൂടെ ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന് നന്നായി അറിയാമെന്ന്? തീർച്ചയായും അതൊക്കെയും ഒരു മൂലപ്രമാണത്തിലുണ്ട്. അതെല്ലാം അല്ലാഹുവിന് ഏറെ എളുപ്പമാണ്. അല്ലാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്തവയെ അവന്റെ പങ്കുകാരായി സങ്കൽപ്പിച്ച് അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല. അക്രമികൾക്ക് ഒരു സഹായിയുമുണ്ടാവുകയില്ല. നമ്മുടെ സുവ്യക്തമായ വചനങ്ങൾ അവരെ ഓതി കേൾപ്പിക്കുകയാണെങ്കിൽ സത്യനിഷേധികളുടെ മുഖങ്ങളിൽ വെറുപ്പ് പ്രകടമാകുന്നത് നിനക്ക് മനസ്സിലാകും. നമ്മുടെ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നവരെ കയ്യേറ്റം ചെയ്യാൻ പോലും അവർ മുതിർന്നേക്കാം. പറയുക, അതിനേക്കാളെല്ലാം ദോഷകരമായ കാര്യം ഏതെന്ന് ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ? നരകത്തീയാണത്. സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക് അതാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതെത്ര ചീത്ത സങ്കേതം! മനുഷ്യരെ, ഒരു ഉദാഹരണം ഇങ്ങനെ വിശദീകരിക്കാം. നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കുക. അല്ലാഹുവെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ശ്രമിച്ചാലും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവർക്കാവില്ല. എന്നല്ല, ഈച്ച അവരുടെ പക്കൽ നിന്നെന്തെങ്കിലും തട്ടിയെടുത്താൽ അത് മോചിപ്പിച്ചെടുക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. സഹായം തേടുന്നവനും തേടപ്പെടുന്നവനും എത്ര ദുർബലർ! അല്ലാഹുവേ, അവൻ അർഹിക്കും വിധം നിങ്ങൾ പരിഗണിച്ചിട്ടില്ല. തീർച്ചയായും അല്ലാഹു കരുത്തനും പ്രതാപിയുമാണ്. മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അല്ലാഹു ചില സന്ദേശവാഹകരെ തിരഞ്ഞെടുക്കുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവരുടെ ഭാവിയും ഭൂതവും അവൻ അറിയുന്നു. കാര്യങ്ങളെല്ലാം വിധി തീർപ്പിനായി മടക്കപ്പെടുന്നത് അവങ്കലേക്കാണ്. വിശ്വസിച്ചവരെ, നിങ്ങൾ റുകൂഉം സുജൂദും ചെയ്യുക. നിങ്ങളുടെ നാഥന് വഴിപ്പെടുക. നന്മ ചെയ്യുക. നിങ്ങൾ വിജയം വരിച്ചേക്കാം. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട വിധം സമരം ചെയ്യുക. അവൻ നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ ഒരു മാർഗതടസ്സവും അവൻ നിങ്ങൾക്കുണ്ടാക്കി വെച്ചിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ പാത പിന്തുടരുക. പണ്ടേ തന്നെ അല്ലാഹു നിങ്ങളെ മുസ്ലിങ്ങളെന്ന് വിളിച്ചിരിക്കുന്നു. ഈ ഖുർആനിലും അതുതന്നെയാണ് വിളിപ്പേര്. ദൈവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയാകാനാണിത്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാനും. അതിനാൽ നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സകാത്ത് നൽകുക, അല്ലാഹുവിനെ മുറുകെ പിടിക്കുക. അവനാണ് നിങ്ങളുടെ രക്ഷകൻ. എത്ര നല്ല രക്ഷകൻ, എത്ര നല്ല സഹായി!